അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ട് അങ്ങ് ചുമ്മാ ഇരുന്നാലോ. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചുകൊണ്ട് ചോറിനടുപ്പത്തിട്ട് കേട്ടോ, ചോറ് തിളച്ചതും എടുത്ത് അതിനങ്ങ് റൈസ് കുക്കറിലോട്ട് മാറ്റി. അടുത്ത അടുപ്പിലിട്ടേക്കുന്നത് ഞാൻ മുട്ടയാണ്, മുട്ടക്കറി വെക്കാനായിട്ട്. ഇടിയപ്പവും മുട്ടക്കറിയാണ് വെക്കാമെന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ആ ഒഴിഞ്ഞ അടുപ്പിലോട്ട് ഞാൻ ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചേട്ടാ, തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചേ. അപ്പോഴത്തേനും അതേപോട്ട് എണീച്ച് വന്നേ. ആദ്യത്തെ സ്റ്റെപ്പ് എണീച്ചതാണ് കേട്ടോ ഇത്. ആദ്യത്തെ സ്റ്റെപ്പ് എണീച്ചൊന്ന് ഞാൻ പിന്നെ കൊണ്ടുപോയി കിടത്തി ഉറക്കിയിട്ട് ഞാൻ പിന്നെയും തിരിച്ച് അടുക്കളയിൽ വന്നേ. ഞാൻ തിരിച്ച് അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഇടിയപ്പത്തിൻ്റെ വെള്ളം തിളയോട് തിളം ഗൈസ്. ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത്. പെട്ടെന്ന് ഉറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവൻ പറഞ്ഞ് കുറച്ച് സമയം എടുത്ത് ആട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും വെള്ളം നല്ലോണം തിളച്ച് ഒത്തിരി സമയമായി വെള്ളം ഇരുന്ന് വറ്റിയിരിക്കുകയായിരുന്നു. പിന്നെ അതിനെടുത്ത് ഇടിയപ്പത്തിൻ്റെ മാവിലോട്ട് ഒഴിച്ച് അതിനെ അങ്ങ് വിരവി മാറ്റി വെച്ചേ. നിങ്ങളാരെങ്കിലും കേട്ടോ ഗൈസ്, ഇവിടെ വന്ന് ഞാൻ മാവ് വിരവിക്കൊണ്ട് വന്നപ്പോഴത്തേനും വീണ്ടും അവൻ ഉണർന്നു കേട്ടോ. ഇനി അവൻ ആട്ടി ഉറക്കി പരുവാവും. വീണ്ടും ഉണർന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കൊലുസിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം മുട്ടി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു വാവലേ വരുന്നു ഗൈസ്. കാലയിൽ വരെയാണ്. പിന്നെയും ഞാൻ കൊണ്ടുപോയി കിടത്തി ഉറക്കിയേ. പിന്നെയും ഞാൻ കൊണ്ടുപോയി ഉറക്കിയിട്ട് വന്നിട്ട് ചായക്ക് വെച്ചേട്ടാ. ചായക്ക് വെച്ചതും അടുത്ത് പിന്നെയും ശബ്ദം കേട്ട് നോക്കിയപ്പോഴത്തേനും എന്താ രണ്ടുപേരും കൂടെ എണീച്ച് തരുന്നുണ്ട്. ചേച്ചിയും കൂടെ ഉണർത്തി കൊണ്ടുപോകുന്നു. പിന്നെ ഞാൻ ഉറക്കാൻ കൊണ്ടുപോയില്ല. പിന്നെ ചായ കഴിഞ്ഞാൽ പിന്നെ അവന് ചായ വേണം. ചായ കിട്ടിയേ പറ്റത്തുള്ളൂ. രാവിലെ ഒരു ചായ മസ്റ്റാണ് കേട്ടോ അതേ കൂട്ടന്. അതുകൊണ്ട് പിന്നെ ചായ ഞാൻ പെട്ടെന്നിട്ട് ചായ പിള്ളേർക്കും ഞാനും കൂടെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ചേട്ടാ. അപ്പം പഞ്ചസാര തീർന്നായിരുന്നേ. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയുടെ ആ ബോട്ടിലോട്ട് എൻ്റെ ചായ ഒഴിച്ച് ഇങ്ങനെ കലക്കിയെടുത്ത്. അവർക്ക് തന്നെ പഞ്ചസാരയ്ക്ക് എല്ലാം ഊറ്റിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയിരുന്ന് ചായ കുടിച്ചാൽ രാവിലെ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ഹാപ്പി അല്ലേ. ഞാൻ പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാനും കൂടെ പോയിരുന്നേട്ടാ. നമ്മൾ 3 പേരും കൂടെ ഇരുന്നെങ്കിൽ ചായ കുടിച്ചേ. ചേട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ 4 പേരും കൂടെ ഇരുന്ന് കുടിക്കും. അല്ല എങ്കിൽ നമ്മൾ 3 പേര് മാത്രം. ഇന്ന് ചേട്ടൻ എല്ലാ ഡ്യൂട്ടി ആയിരുന്നു, നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വരത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ 3 പേരും കൂടെ ഇരുന്ന് ചായ കുടിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോഴത്തേനുണ്ട് അവിടെ നല്ല ബഹളം കേൾക്കുന്നു. നോക്കിയപ്പോൾ അനിയൻ കുട്ടനെ സൈക്കിൾ പഠിപ്പിക്കാണ് വാവച്ചിക്കുട്ടി. ബാക്കി അവരങ്ങ് കളിച്ചോളൂ എന്ന് കരുതി തിരിച്ച് ഞാൻ വീണ്ടും എൻ്റെ പണിയിലോട്ട് വന്നേട്ടാ. ഇടിയപ്പം വരവാനായിട്ട് വന്ന് ഇതിനിടയ്ക്ക് വാവച്ച് അങ്ങ് അടുക്കളയിൽ വന്നു. അതുകൊണ്ടാണ് അവനും കൂടെ വന്നത്. അവർ രണ്ടുപേരും കൂടെ വന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ സമ്മതിക്കത്തില്ല. ഈ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ വരുമ്പോൾ അവന് വേണമെന്ന് പറയുവേ. അതുകൊണ്ട് പിന്നെ വാവച്ച് പറഞ്ഞു വിട്ട് അപ്പത്തിന് പുറകിൽ നിന്ന് അനിയൻ കൂട്ടനും പോയി. രണ്ടുപേരും കൂടെ ഇപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പം പെട്ടെന്ന് പിഴിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചേട്ടാ. എനിക്ക് 4 തട്ടുണ്ട്, പഴയ 2 തട്ടും കൂടെ. അപ്പോൾ അതിലും കൂടെ ചേർത്ത് അങ്ങ് പിഴിഞ്ഞങ്ങ് വെക്കുകയും. ഇടിയപ്പം ആയതുകൊണ്ട് അവർ കഴിക്കും. ഇടിയപ്പം ആയതുകൊണ്ട് ചിലവാകും കേട്ടോ. ദോശ ഇഡലിയൊക്കെയാണെങ്കിൽ ഒന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ കയ്യിലൊഴിച്ച് തടവിയിട്ടാണ് ഞാൻ മാവ് വിരവിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടും തന്നെ മാവ് ആയില്ല കേട്ടോ. അത് നിങ്ങൾ ഇടിയപ്പത്തിന് വരുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം പിഴിഞ്ഞ് അതിന് ആ ഒരു സെറ്റ് അടുപ്പത്തോട്ട് അങ്ങ് വെച്ചേട്ടാ. പിന്നെ അടുത്തിന് മുട്ടക്കറി വയ്ക്കാനാണ്. മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ഉള്ളിയിട്ട് വശിട്ട് നല്ല ബ്രൗൺ കളറാക്കി. തക്കാളിക്ക് എല്ലാവരും കേട്ടോ ബ്രൗൺ കളറാക്കണം. ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായ പൊടിയെല്ലാം അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ വേവിച്ച് വെച്ചെടുക്കണം കേട്ടോ. ഒറ്റയടി വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേവിച്ച് ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിലോട്ട് മുട്ട കിട്ടാൽ മതി. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് പുളിശ്ശേരിക്കുള്ളതാണ്. പുളിശ്ശേരി ഞാൻ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാങ്ങയാണ് ഇത്. ചോറിന് പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. നമ്മൾ മറ്റേ മൽഗോവ മാമ്പഴം എന്നൊക്കെ പറയും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം മാങ്ങപ്പഴം വാങ്ങിക്കില്ല, അതിൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ വീട്ടിലുള്ള. അപ്പോൾ അതിൽ നിന്ന് 2 മാങ്ങ എടുത്ത് ഞാൻ പുളിശ്ശേരിക്ക് ഒരു അടുപ്പിലോട്ട് വെച്ചു. അപ്പോഴത്തേനും എൻ്റെ മുട്ടക്കറി എല്ലാം റെഡിയായി പറയാൻ മുട്ട ഞാൻ ഇട്ടേട്ടാ. അപ്പോഴേ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് അവർക്ക് 2 പേർക്കും അങ്ങ് കൊടുക്കണം. അതായത് അതൊന്ന് സെറ്റ് ആയതും അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പുളിശ്ശേരിയിലെ മാങ്ങയെല്ലാം നല്ല വെന്തങ്ങ് ഉടഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്തേ. അപ്പോൾ എൻ്റെ മുട്ടക്കറി റെഡിയാണ്. ആ സമയം ഞാൻ വിളിച്ച് അവർക്ക് 2 പേർക്കും അങ്ങ് ഇടിയപ്പം കൊടുക്കണം. അങ്ങനെ അവർക്കുള്ള ഇടിയപ്പം എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. 2 പേർക്കും കൂടെ അങ്ങ് കൊടുത്താൽ എൻ്റെ ആ ഒരു പണി അങ്ങ് കഴിഞ്ഞിട്ട്. കഴിക്കാം.
പിന്നെ അവർക്ക് കൊടുത്തിട്ട് ഞാനും ആ പാത്രത്തിൽ 2 ഇടിയപ്പം അങ്ങ് എടുത്തേട്ടാ, ഇടിയപ്പം എടുത്ത് മുട്ടക്കറിയും കൂടെ എടുത്ത് ഞാനും അങ്ങ് കഴിച്ചു അപ്പം തന്നെ. കാരണം ഇനി ആ പാത്രം ഇനി അങ്ങനെ വെച്ചിരുന്ന് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചാൽ അതിൽ കൂടെ ഞാനും അങ്ങ് അപ്പം കഴിച്ചു. എന്നിട്ട് തോരനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചീരയും വാഴക്കൂമ്പുമാണ്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് 2 വയ്ക്കാം. 2 വെച്ചേട്ടാ, ചീരയും വെച്ച് വാഴക്കൂമ്പും വെച്ച്. എന്നിട്ട് മരിച്ചിനി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ പെട്ടെന്ന് സടേന്ന് അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തേ. മരിച്ചിനിയും കൂടെ അവിച്ച് നമുക്ക് ഇളക്കാമെന്ന് വിചാരിച്ച് അതിനെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങ് എടുത്തേ. മരിച്ചിനെ ഞാൻ അടുപ്പത്തോട്ട് വെച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതന്നെ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് അരച്ചെടുക്കാമെന്ന് വെച്ചു. പുളിശ്ശേരി വെന്ത് കിടക്കുകയാണല്ലോ. പുളിശ്ശേരിക്ക് അവിടെ തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് എടുത്തത്. അതങ്ങ് അരച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് കറണ്ട് പോയി വന്ന് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കറണ്ട് പോവുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് മീനിൻ്റെ അരപ്പും കൂടെ അങ്ങ് അരച്ചെടുത്തത്. വേറെ ഒരു മോഡിഫിക്കേഷനൊന്നും ഇല്ല. ഡയറക്റ്റായിട്ട് തേങ്ങയും അതിലോട്ട് മുളകും മല്ലി മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുളിയും ചേർത്ത് ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കാനായിട്ട്, അല്ലാതെ വേറെ വറക്കണമൊന്നുമില്ല കേട്ടോ. ഇന്ന് അല്ലാതെ ഡയറക്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഞാൻ ചീര പെട്ടെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കി. അതും ഞാൻ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ വയ്ക്കുന്ന ചീര ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പ് വെതറിയിട്ട് അതിൽ കുറച്ച് വെള്ളം അങ്ങനെ തൂറ്റി കൊടുക്കും കേട്ടോ. എന്നിട്ട് വെള്ളം ഇങ്ങനെ ഒത്തിരി വെള്ളം ഒഴിക്കണം, കുറച്ച് വെള്ളം. എന്നിട്ട് ചെറു തീയിൽ വെച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊന്ന് വാടി വരും. അപ്പോഴത്തേനും നമുക്ക് കൂട്ടിട്ട് ഇങ്ങനെ ഡയറക്റ്റ് മറിച്ചിടുക. എന്നിട്ട് കിണ്ടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം കേട്ടല്ലോ. അല്ലാതെ ഞാൻ എണ്ണ ഒഴിച്ച് കടവറുത്തിട്ടല്ല വയ്ക്കുന്നത്. ചീരയിൽ എണ്ണ ഒഴിച്ച് വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോഴത്തേനും നമ്മുടെ മരിച്ചിനി എല്ലാം റെഡിയായി. അപ്പോൾ അതിന് ഞാൻ ഊറ്റിയെടുത്ത് അതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അതിന് നല്ലതായിട്ട് ഉടച്ചെടുക്കുകയാണ്. മുറിച്ചിട്ട് മരിച്ചില്ല കേട്ടോ, നന്നായിട്ട് വെന്തായിട്ട് അതിനെല്ലാം നന്നായിട്ട് മഷി പോലായി കേട്ടോ. അത് വെന്തിട്ട് അതിനെല്ലാം നല്ലതായിട്ട് ഉടച്ചെടുത്ത് മാറ്റി എന്നിട്ട് റൈസ് കുക്കറിൽ നിന്ന് ചോറിനെടുത്ത് തിരിച്ച് വെച്ചേട്ടാ. സാധാരണ ഞാനിങ്ങനെ റൈസ് കുക്കറിൽ വെച്ച് വയ്ക്കുമ്പോഴത്തേനും മറന്നു പോവേ റൈസ് കുക്കറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറിയെല്ലാം വെച്ചതിന് ശേഷം അവസാനം ചോറ് നോക്കുമ്പോൾ ചോറ് കാണത്തില്ല. പക്ഷേ ഇന്ന് എന്തോ ഓർമ്മ വന്നത്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എടുത്ത് അതിനെ അടുപ്പത്തേക്ക് തിളപ്പിച്ച് അതിനെ അടുത്ത് മാറ്റാമല്ലോ എന്ന് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എൻ്റെ പുളിശ്ശേരിക്കുള്ള ഇതെല്ലാം കടുവറുത്തതെല്ലാം സെറ്റായി. അപ്പോൾ അതിലോട്ട് ഞാൻ പുളിശ്ശേരി ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടാണ്. പുളിശ്ശേരി ഒഴിച്ച് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ കഴുകിയെടുത്ത് അങ്ങ് അടുപ്പത്തോട്ട് വെച്ചേട്ടാ. ഈ ചീൻചട്ടിയാണ് കേട്ടോ ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും ഇങ്ങനെ കഴുകി പെട്ടെന്ന് ഓരോന്നായിട്ട് വെച്ച് കഴുകി അങ്ങ് എടുക്കും കേട്ടോ. ഒത്തിരി പാത്രങ്ങൾ വെച്ചിടാറില്ല. ഇതിലോട്ട് ഞാൻ കടുവറുത്തിട്ട് നമ്മുടെ കൂമ്പുണ്ടല്ലോ അതും അങ്ങ് ചേർത്ത്. അപ്പം കൂമ്പ് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഏതായിരുന്നു. ഇപ്പോൾ ഒന്ന് വെന്ത് വന്നപ്പോൾ അതങ്ങ് നല്ല ശൂഞ്ഞു പോയി കേട്ടോ. നല്ലോണം കുറഞ്ഞ് അതങ്ങ് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കൂട്ടിട്ട് ഇളക്കിയിട്ട് കുറേ സമയം നല്ലോണം വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ ഇടാൻ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിവിടെ ജീരകത്തിന് വരുമ്പോൾ പെരുംജീരകമാണ്. ഇത് നമ്മൾ ചിക്കൻ നല്ല ടേസ്റ്റായിരിക്കും. അത് നല്ല ഇളക്കി മറിച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചേട്ടാ. അപ്പം ദേവൂട്ട ഇങ്ങനെ ടേസ്റ്റ് വെക്കാൻ കൊടുത്തപ്പോൾ ഒക്കെ നല്ല സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടേ. ചോറമ്മ വടിക്കിട്ടാണോ അപ്പൊ താഴെ നിൽക്കോ? പിന്നെ എങ്ങനെ ചോറ് കഴിക്കും നമ്മള്? അടിപൊളി ചോറ് അടിക്കിട്ടമ്മ. ദേവൂട്ടൻ ചോറ് പഠിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ദേവൂട്ടനെ കൊണ്ടുപോയി TV വെച്ചിട്ട് അവിടെ ഞാനും കൂടെ കുറേ സമയം ഇരുന്ന് കേട്ടോ. അവനൊന്ന് അവിടെ സെറ്റാക്കിയിട്ട് പിന്നെ പെട്ടെന്ന് ഓടി വന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങ് തിളച്ച് കിടന്ന ചോറിനെ അങ്ങ് വടിച്ചേട്ടാ. വടിച്ചതിന് ശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കറണ്ട് പോയി വന്ന് നിൽക്കായിരുന്നു. അതുകൊണ്ട് ഇടണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റായത്. കുറച്ച് തുണി ഉണ്ടായിരുന്നു. അതിന് പിന്നെ പെട്ടെന്ന് എടുത്ത് വാഷിംഗ് മെഷീനിൽ അങ്ങ് കൊണ്ടിട്ടെ. അത് അവിടെ കിടന്ന് വാഷായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതിനെ കൊണ്ടങ്ങ് ഇട്ടേട്ടാ. അപ്പം എല്ലാം പണി കഴിഞ്ഞിട്ട് അതിന് മീനും കൂടെ വെച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറും പഠിച്ച് എല്ലാ കറിയും എല്ലാം വെച്ച് മാറ്റിയതിന് ശേഷം ഞാൻ മീനെടുത്തത്. കാരണം മീൻ എടുക്കുമ്പോൾ ഇവിടെ വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മീൻ അങ്ങനെ അധികം വാങ്ങിക്കാറുമില്ല കേട്ടോ. ഇന്ന് ഞാൻ വാങ്ങിച്ചു, വലിയ കുഴപ്പമില്ല. ഇതുവരെയ്ക്കും വന്നില്ല കേട്ടോ ശല്യപ്പെടുത്താൻ. ഇപ്പോൾ വരും കേട്ടോ ആളും. അപ്പോൾ ഞാൻ മീനെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തേട്ടോ. കൊഴിയാളാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് അവസാനം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ചങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തേട്ടോ. നമുക്ക് പൊരിക്കുകയും ചെയ്യാം, കറിയും വെക്കണം കേട്ടല്ലോ. ഇത് അതിന് വേണ്ടിയിട്ടാണ്. ദേവൂട്ടൻ പിന്നെ വന്നിട്ടാണ് നല്ല ബഹളമായിരുന്നു. പിന്നെ ഞാൻ അവനെ കൊണ്ട് കുറേ സമയം അവിടെ സെറ്റിലിരുന്ന് TV വേറെയൊക്കെ കാർട്ടൂൺ വേറെയൊക്കെ മാറ്റി വെച്ചോ കൊടുത്ത് സെറ്റാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ മീൻ വെക്കാമെന്ന് വിചാരിച്ചു. മീൻ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് ഞാൻ അരച്ച് വെച്ച കൂട്ടിന് ഒഴിച്ച് കലക്കിയിട്ട് അതിലോട്ട് മീൻ കഷ്ണം ഇട്ട് തിളപ്പിച്ച് മാത്രമാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. കാരണം ഇങ്ങനെ ഈസി ആയിട്ടാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. കാരണം മുളകും പൊടി വറക്കുകയോ ഒന്നും ചെയ്തില്ല, തേങ്ങ വറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് പച്ചത്തേങ്ങയും മുളകും മല്ലിയും പുളിയും എല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കിയിട്ട് ആ കൂട്ടിലോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളിട്ട്
തിളപ്പിച്ച് കറിവേപ്പില വേറെ ഇടാനായിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. തക്കാളിക്കൊന്നുമില്ല, കറിവേപ്പില ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കും. എന്നിട്ട് അടുത്ത അടുപ്പിലോട്ട് നമുക്ക് പൊരിക്കാനും വെക്കാവേ. എന്നിങ്ങനെ സ്പീഡായിട്ട് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ മുളക് പൊടിയും നമുക്ക് പുരട്ടി എനിക്ക് വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. കറിക്കുള്ളതിനെ കലക്കി അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊരിക്കാനുള്ളതിന് വിരവി എടുക്കുന്നത്. വിരവി കുറച്ച് സമയം വെച്ചെന്ന് വെച്ചാൽ ഈ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയം അത്രയും വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് അങ്ങ് പൊരിച്ചേട്ടാ. ഈ മീൻ അർത്തടമെല്ലാം പിന്നെ ആകുമ്പോൾ മാറും കേട്ടോ കഴുകിയില്ലെങ്കിൽ. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടേ. മീൻ പൊരിച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ജോലിയെല്ലാം കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പം അതിലോട്ട് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തത് 4 എണ്ണം ഞാനിങ്ങനെ ഫുള്ളായിട്ടാണ് പൊരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് 2 എണ്ണം കരിഞ്ഞു പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഓർമ്മ കൂടുതലായതുകൊണ്ട് ഞാനാണെങ്കിൽ ഫുൾ ഗ്യാസ് ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം ഞാനിങ്ങനെ വെളിയിലോട്ട് പോയി കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ ഓർത്തിരുന്നത് ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് പോയി. കാരണം ഞാൻ മറ്റേ അടുപ്പാണ് ഞാൻ കുറച്ച് വെച്ചത് കേട്ടോ, കറി വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാനങ്ങ് കുറച്ച് പോയി. അപ്പോൾ നമ്മുടെ കറിയുടെ മീനെല്ലാം ഒരുവിധം സെറ്റായി കേട്ടോ. ആ മീനിനെ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ അടപ്പിട്ടങ്ങ് അടച്ച് വെച്ച് അതിന് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ മീൻ സെറ്റാവും കേട്ടോ. എൻ്റെ 2 മീൻ കഷ്ണം നല്ല 2 മീൻ കഷ്ണങ്ങളങ്ങ് കരിഞ്ഞു പോയി. ഒരു ഭാഗം കഴിക്കാനേ കൊള്ളത്തില്ല, അത്ര മേലങ്ങ് കരിഞ്ഞു പോയി കേട്ടോ. അപ്പം പൊരിച്ച് മീനെല്ലാം കോരി അങ്ങ് വേറെ പാത്രത്തിലോട്ട് മാറ്റിയേട്ടാ. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ദേവൂട്ടന് ചോറ് കൊടുത്തിട്ട് ഞാനും ചോറെടുത്തേട്ടാ. ആ പാത്രത്തിൽ തന്നെ ഞാനും അങ്ങ് ചോറെടുത്തു. ചോറിന് വേണ്ടിയിട്ട് ഇന്ന് കറി വെച്ച മീനുണ്ട്, പൊരിച്ച മീനുണ്ട്, ചീരത്തോരനുണ്ട്, കൂമ്പ് തോരനുണ്ട്, പിന്നെ മരിച്ചിന് ഇളക്കിയതുണ്ട്. അത് പോരാഞ്ഞിട്ട് കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ അച്ചാറും കൂടെ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേട്ടാ. ഇന്നെൻ്റെ ചോറ് പാത്രങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കളറും ഉണ്ടായിരുന്നു. റെഡ് ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, പച്ച ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ കളറും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു. സൂപ്പറായിട്ട് അപ്പം ഇന്ന് ചോറ് കഴിക്കാൻ പറ്റിയേട്ടാ. അപ്പോൾ ആരും മറക്കണ്ട, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.